പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോക ഫുട്ബോൾ ആരാധകരെല്ലാം തന്നെ വരുന്ന വേൾഡ് കപ്പ് ഫൈനൽ മത്സരത്തിനായി കാത്തിരിക്കുകയാണ്. ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നിലവിൽ മികച്ച ഫോമിലാണ് അർജന്റീന ഉള്ളത്. മറുഭാഗത്ത് വമ്പന്മാരായ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സ്പെയിൻ വരുന്നത്. തീർത്തും വാശിയേറിയ പോരാട്ടം തന്നെയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ മത്സരത്തിൽ ആ ഒരു സെയിം ലൈനപ്പിൽ തന്നെയായിരിക്കും അർജന്റീന ഫൈനൽ മത്സരത്തിലും കളിച്ചേക്കുക. മത്സരത്തിന് മുൻപേ വന്നൊരു വാർത്തയായിരുന്നു സ്പാനിഷ് സൂപ്പർ താരമായിട്ടുള്ള ലമീൻ യമാലിന് പരിക്കാണ് എന്നുള്ളത്. യമാലിന്റെ പരിക്കുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ന് യമാൽ ടീമിനോടൊപ്പം ട്രെയിനിങ് ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു മസിൽ പെയിൻ കാരണം കൊണ്ടായിരുന്നു യമാൽ ഇന്നത്തെ ദിവസം ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്താതിരുന്നത്. യമാലിന്റെ തുടയിൽ ബാൻഡേജ് ധരിച്ചിരിക്കുന്നത് കണ്ടിരുന്നു. കൂടുതൽ റിസ്ക് എടുക്കേണ്ട എന്നുള്ളൊരു കാരണത്താലാണ് യമാൽ ഇന്നത്തെ ദിവസം ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്താതിരുന്നത്. എന്നാൽ ആരാധകർ കൂടുതൽ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അർജന്റീനയ്ക്കെതിരെയുള്ള മത്സരത്തിൽ യമാൽ സ്റ്റാർട്ട് ചെയ്യും. യമാൽ 100% ഫിറ്റാണ്. ട്രെയിനിങ് നടത്തിയില്ലെങ്കിലും എന്തായാലും അർജന്റീനയ്ക്കെതിരെയുള്ള ഫൈനൽ മത്സരത്തിൽ യമാൽ സ്റ്റാർട്ട് ചെയ്യും. ചെറിയൊരു മസിൽ പെയിൻ മാത്രമാണ് യമാലിനുള്ളത്. ഈ ഒരു വേൾഡ് കപ്പിലും മികച്ച ഫോമിൽ തന്നെയായിരുന്നു യമാൽ കളിച്ചിരുന്നത്. ഫൈനൽ മത്സരത്തിലും യമാലിന് തിളങ്ങാൻ സാധിക്കുമോ എന്നെല്ലാം കാത്തിരുന്നു തന്നെ കാണാം. അടുത്തൊരു വാർത്ത, അങ്ങനെ ഇപ്പോൾ ലയണൽ മെസ്സിയുടെ അർജന്റീനയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് സ്പാനിഷ് ഇതിഹാസമായിട്ടുള്ള ഐക്കർ കസിയസ്. അർജന്റീനയുടെ ആ ഒരു ജേഴ്സിയിൽ ആ ഒരു 4ാമത്തെ നക്ഷത്രം പതിനേക്കില്ല. പകരം ഞങ്ങളുടെ ജേഴ്സിയിൽ ആ ഒരു 2ാമത്തെ നക്ഷത്രം പതിയും. അർജന്റീനയെ പരാജയപ്പെടുത്തി സ്പെയിൻ കിരീടം നേടുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. തങ്ങൾ 2ാമത്തെ കിരീടത്തിന് വേണ്ടി വരികയാണ് എന്നും സ്പെയിന് തന്റെ പിന്തുണ അറിയിക്കുകയായിരുന്നു ഐക്കർ കസിയസ്. രണ്ടും ശക്തരായിട്ടുള്ള ടീമുകൾ തമ്മിലുള്ള മത്സരം തീർത്തും വാശിയേറിയ പോരാട്ടം തന്നെയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിനു മുൻപ് ഇംഗ്ലണ്ടിനെതിരായുള്ള മത്സരത്തിൽ മെസ്സിയെയും അർജന്റീനയും വെല്ലുവിളിച്ചതിനുള്ള മറുപടി മെസ്സി ഗ്രൗണ്ടിൽ നൽകുകയായിരുന്നു. എന്തായാലും വാശിയേറിയ വേൾഡ് കപ്പ് ഫൈനൽ പോരാട്ടത്തിനായി നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.